ഇപ്പോൾ അമാന ഗ്രൂപ്പിന്റെ MD ശ്രീ റഫീഖ് അമാന നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫൈസലിനെ കേൾക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഫൈസൽ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റഫീഖ് സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യാം. ശ്രീ റഫീഖ് അമാന, അങ്ങ് നേരത്തെ ഞങ്ങളുടെ മാതൃഭൂമി ന്യൂസ് പ്രതിനിധി ശ്രീ അരുൺ ശങ്കറിനോട് സംസാരിക്കുന്ന സമയത്ത് ഫൈസലിനെ അറിയില്ല, ഞങ്ങൾ സ്വർണ്ണ ബിസിനസ്സാണ് നടത്തുന്നത്, സ്വർണ്ണക്കടത്തല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ശ്രീ റഫീഖ് അമാന, ഫൈസൽ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അമാന ഗ്രൂപ്പിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കപ്പെടുന്നതും ആരോപണം ഉന്നയിക്കപ്പെടുന്നതും? ഓക്കെ, റൈറ്റ്, ഞാൻ സംസാരിക്കാം. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൾ കിട്ടുന്നില്ല എന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ദുബായിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണ്. ഈ കോൾ എന്റെ ക്ലാരിഫൈ ചെയ്യേണ്ടതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് നിങ്ങളെ വിളിക്കുക അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. ഇവര് ഇതിന്റെ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് കേസ് പുനരന്വേഷണം നടത്തണം, അന്വേഷിക്കണം. കേസ് പുനരന്വേഷണം നടത്തി ആരാണ് കുറ്റവാളികൾ എന്നുള്ള റീ എൻക്വയറി വേണമെങ്കിൽ നടത്തണം. കുറ്റപത്രം വേഗം സമർപ്പിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന ഫൈസലിനെ ജീവിതത്തിൽ കോണ്ടാക്ട് ചെയ്യുകയോ സംസാരിക്കുകയോ ഒരു ഇടപാടോ നടത്തിയിട്ടില്ല. ഇതിൽ പറയുന്ന മുബഷീർ എന്ന് പറഞ്ഞ ഇടനിലക്കാരൻ അവന്റെ സുഹൃത്തുക്കളാണ് എന്തിനു കൊണ്ടുവരുന്നത് ഈ കേസിൽ. പിന്നെ രാമനാട്ടുകര കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസിൽ മുബഷീർ പ്രതിയാണ്. അവന്റെ സുഹൃത്തുക്കളാണ് അപകടത്തിൽ മരിച്ചതെന്നും എനിക്കറിയാം. അത് ആ മുബഷീർ പോലും എന്റെ സ്റ്റാഫല്ല, എന്റെ ബന്ധമല്ല, എന്റെ പാർട്ണറല്ല. ഞങ്ങൾ അമാന ഗ്രൂപ്പുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. അവൻ അമാൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പിന്റെ ആളാണ്. ദുബായിൽ തന്നെ ജ്വല്ലറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വേറൊരു ഗ്രൂപ്പിലെ അമാൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് ആ മുബഷീർ. ആ മുബഷീർ ഇതിന് പങ്കാളിത്തമുണ്ടോ? പിന്നെ ഈ വിഷയത്തിന്റെ പ്രധാന കാരണം ഇപ്പോ ഇതൊരു വിഷയമാവാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുബഷീറും ഒരു ഗുണ്ടാ തലവനായ ഒരു പല കേസുകളിലും പ്രതിയായി ചരൾ ഫൈസലും തമ്മിൽ സാമ്പത്തിക പ്രശ്നം. മുബഷീർ ദുബായിൽ നിന്ന് 4 കോടി ഈ കേസുമായി ബന്ധപ്പെട്ട് 4 കോടി പിരിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും ആ പൈസ നാട്ടിൽ 25 ലാഖ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചരൾ ഫൈസലിനോ അവരുടെ കുടുംബങ്ങൾക്കോ കിട്ടിയ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് ഈ വാർത്ത ആക്കാൻ ഉള്ള ഒരു കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2021 കേൾക്കാമോ? കേൾക്കൂ ഫസ്റ്റ്. ഒരൊറ്റ നിമിഷം ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അങ്ങോട്ട് പറയാനുള്ള മുഴുവൻ അങ്ങ് പറഞ്ഞോ. ഞാൻ കേൾക്കാം. ഏറ്റെടുക്കാനും ഏത് കേസിൽ അതിന്റെ ഭാഗമാകാനും നമ്മൾ റെഡിയാണ്. ഇവന്റിന് മുന്നിൽ നമ്മൾ റെഡിയല്ല. ഏതെങ്കിലും വിധത്തിൽ ഗ്രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും മുബഷീർ എന്നുള്ള പേര് ഞാൻ ഈ വാർത്തയൊക്കെ ഈ കണ്ട കാലയളവ് മുഴുവൻ വായിക്കുന്നതല്ലേ. മുബഷീർ എന്നുള്ള പേര്, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, കച്ചവടം, ഇതൊന്നും സംബന്ധിച്ചുള്ള ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ എന്റെ കയ്യിൽ പോലുമില്ല. അമാന ഗ്രൂപ്പിന്റെ MD, ദുബായിൽ നിൽക്കുന്ന മനുഷ്യൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയധികം വിവരങ്ങളും ഇവരുമായി സംബന്ധിച്ച പ്രധാനപ്പെട്ട പേരുകളും ഈ കേസിന് മുഴുവൻ നാൾ വഴിയുമൊക്കെ ബന്ധപ്പെട്ട് ഇന്ന് വാർത്ത വന്നതിന് ശേഷം ഞാൻ ഇവര് മുബഷീറുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായിട്ട് സംസാരിച്ചു. വാർത്ത വന്നതിന് ശേഷം ഈ വാർത്ത വരും എന്നുള്ള കാര്യം 4 ദിവസം മുന്നേ നിങ്ങളെ പല ലേഖന്മാരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയെന്ന് മാതൃഭൂമിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വിഷയമായിട്ട് ഞാനൊന്ന് പഠിച്ചു. എന്താണ് സംഭവം? മുബഷീർ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുബഷീറാണോ? ആരാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്? സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നമ്മളൊരു ഉപാധിയാക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്ത വന്നത്. അതുകൊണ്ട് ഞാനിതൊന്ന് ഗൃഹപാഠം ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക. ഇന്ന് രാവിലെയും ഈ വാർത്ത വന്നതുപോലെ നമ്മളെ പലരും സമീപിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി വേണം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വിളിച്ചത്. മാതൃഭൂമി ന്യൂസിൽ നിന്ന് അത്രയും വിവരം കിട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട വലിയ വെളിപ്പെടുത്തലുകൾ ഞങ്ങളോട് ഒരാൾ നടത്തുമ്പോൾ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്ന നിലയ്ക്ക് അങ്ങയുടെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങയുമായി ബന്ധപ്പെട്ടതും വിവരങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണല്ലോ നമുക്ക് ഈ ഫോൺ നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് ചോർന്ന് കിട്ടിയൊന്നുമല്ല. ശ്രീ റഫീഖ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ വാർത്ത ഇത്രയും വന്നതിന് ശേഷം ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂറായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുന്നത്. ഒരു മാതൃഭൂമി ന്യൂസിന്റെ ഒരു സംഘം മുഴുവനും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് എനിക്ക് കിട്ടാത്ത കാര്യങ്ങളാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ അങ്ങ് ഇത്രയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ നോളജ് സമ്പാദിക്കുന്നത്. അത് വെച്ച് ഞാനൊരു അത്ഭുത പ്രകടനം നടത്തിയതേ ഉള്ളൂ. മാധു പഠിച്ചതുപോലെ ജേർണലിസം പഠിച്ച ആളാണ് ഞാനും. ഓക്കെ, ജേർണലിസം പഠിച്ച വിവരങ്ങൾ പറന്നു വരികയൊന്നുമില്ല ശ്രീ റഫീഖ്. ഓക്കെ, അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ ഈ വിഷയത്തിൽ ഏത് അന്വേഷണം കേസ് പുനരന്വേഷണം നടത്തിക്കോട്ടെ, കുറ്റപത്രം വേഗം സമർപ്പിച്ചോട്ടെ.
നമുക്കതിലൊന്നും പരാതിയില്ല. പിന്നെന്താ ഈ വിഷയം? ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ശ്രീ റഫീഖ്, അതായത് അങ്ങ് പറയുന്നു അങ്ങേക്ക് സ്വർണ്ണക്കടത്ത് ബിസിനസ് ഇല്ല. ശരി, ശ്രീ റഫീഖ്, ഇപ്പോ മറ്റൊരു കേസിൽ അങ്ങ് പ്രതിയാണ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസിൽ പ്രതിയാണ്. 2023 ഒക്ടോബറിൽ സംഭവിച്ച ഒരു കേസിൽ അതിൽ അങ്ങ് പ്രതിയാണ് എന്ന ഒരു ആരോപണം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ടല്ലോ, ശരിയാണോ? കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള റഫീഖിന് വേണ്ടി സ്വർണം കടത്തി എന്നുള്ളതാണ് ആ ആരോപണം. അതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ അഡ്രസ്സ് അങ്ങയുടേതാണോ എന്ന് അങ്ങൊന്ന് സ്ഥിരീകരിക്കണം ശ്രീ റഫീഖ്. അതായത് മുഹമ്മദ് റഫീഖ്, സൺ ഓഫ് മുഹമ്മദ് പുരയിൽ ഹൗസ്, തച്ചമ്പൊയിൽ പോസ്റ്റ്, താമരശ്ശേരി. ഇത് അങ്ങയുടെ അഡ്രസ്സാണോ? റഫീഖ് കേൾക്കാമോ? ശ്രീ റഫീഖ്, അങ്ങക്ക് കേൾക്കാമോ? ശരി, വിശദാംശങ്ങൾ നമുക്ക് അരുൺ ശങ്കർ നൽകും. അരുൺ, എന്താണ് ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട വിവരം? അതിൽ റഫീഖ് പ്രതിയാണ് എന്ന് സംബന്ധിച്ച വിവരങ്ങളുടെ വിശദാംശങ്ങൾ എന്താണ് അരുൺ ശങ്കർ? തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരമാണ് അദ്ദേഹം ഇപ്പോൾ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ മാധു ഇപ്പോൾ പറഞ്ഞതാണ്. ആ കേസിൽ അദ്ദേഹം 1-ാം പ്രതിയായിട്ടാണ് പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം യൂണിറ്റാണ് ആ കേസ് അന്വേഷിക്കുന്നത്. അന്ന് ഈ റഫീഖിൻ്റെ ചിത്രങ്ങളൊക്കെ കേസിൻ്റെ വാർത്ത പുറത്തു വന്ന സമയത്ത് ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ നമ്മൾ അത് റഫീഖാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. അതിന് മുമ്പേ തന്നെ ഫോൺ കട്ട് ചെയ്തു, അല്ലെങ്കിൽ കട്ടായി പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം റഫീഖ് മാത്രമല്ല, റഫീഖ് ഈ ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ഇക്ബാൽ അമാനയുണ്ട്. ഇക്ബാൽ അമാന ഈ രാമനാട്ടുകര കേസിൽ കസ്റ്റംസ് നടത്തിയ ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഷോക്കോസ് നോട്ടീസ് ഇറക്കിയിരുന്നു. ആ ഷോക്കോസ് നോട്ടീസിൽ ഈ ഇക്ബാൽ അമാനയുടെ പേരുമുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള 2 പേരുടെ പേരുകൾ സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അവർ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം അന്വേഷണം പോയി എന്നുള്ളത് നമുക്ക് എന്തായാലും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ റഫീഖിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുമൊരു കേസല്ല. അതിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ, അതോടൊപ്പം തന്നെ CRPF ഉദ്യോഗസ്ഥൻ, ഇവർ ഉൾപ്പെട്ട ഒരു സംഘം റഫീഖിന് വേണ്ടി സ്വർണം കടത്തി എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. അപ്പോൾ എത്രത്തോളം ഈ ടീമിൻ്റെ സ്വാധീനം എത്തപ്പെട്ടു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഒരു പ്രതികരണം നടത്തി മാത്രം ഒഴിഞ്ഞു മാറാൻ ഈ സംഘത്തിന് കഴിയില്ല. റഫീഖ് പറഞ്ഞതും ന്യായമായിട്ട് നമ്മൾ എടുക്കാം. കാരണം അവർക്കും അതൊരു പുനരന്വേഷണം വേണമെന്നുള്ളതാണ് ആവശ്യം. അങ്ങനെയെങ്കിൽ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുമായിട്ട് ചരൽ ഫൈസൽ, ആ കേസിൽ പ്രതിയാക്കപ്പെട്ട ചരൽ ഫൈസൽ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ മറ്റു പേരുകൾ പുറത്തു വന്നു, മുബഷീർ ഉൾപ്പെടെയുള്ള പേരുകൾ പുറത്തു വന്നു. മുബഷീറാണ് ചരലിനെ ഈ സംഘവുമായി ബന്ധപ്പെടുത്തിയെന്ന് പറയുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ പിന്നിലെന്നുള്ളത് പരസ്യമായിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് ഇവരെയൊക്കെ ബന്ധപ്പെടുത്തി കൂടുതൽ അന്വേഷണം നടത്താൻ കഴിയും. അപ്പോൾ റഫീഖ് പറയുന്നതാണോ ശരി എന്നുള്ളത് കൂടുതൽ വ്യക്തത വരും. എന്തായാലും റഫീഖിന്റെ കാര്യത്തിൽ റഫീഖ് തന്നെ കേരളത്തിലെ ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്.